എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുരേഷ് വിളാവത്ത്. നമ്മുടെ സംസ്ഥാനത്ത് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ NDAക്ക് വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്നാണ് ഞാൻ പറയാനുള്ളത്. നമ്മുടെ 60 വയസ്സ് കഴിഞ്ഞവർക്കും എല്ലാ കുടുംബങ്ങൾക്കുമായിരുന്നു ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ ഓരോ വ്യക്തിക്കും 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ തരുന്ന ആസ്പത്രികളിലെ ചെലവ് സർക്കാർ വഹിക്കുന്ന ഒരു പദ്ധതി കേന്ദ്രം നടപ്പിലാക്കി. ആ പദ്ധതിയെ കേരളത്തിൽ അട്ടിമറിച്ച് ഇല്ലാതാക്കുകയാണ് ചെയ്തത്. അങ്ങനെ തന്നെ സുകന്യ കല്യാണ പദ്ധതി കുട്ടികളുള്ള കുട്ടികൾക്ക് സർക്കാരിൻ്റെ വകയായിട്ട് കല്യാണ പദ്ധതിക്ക് ചേരാനുള്ള പല അവകാശങ്ങളുണ്ടായിട്ടും അതും കേരളത്തിൽ നടപ്പിലാക്കാൻ ഇവർ തയ്യാറാവുന്നില്ല. 2025 കേരളത്തിലെ വീടുകൾ ഇല്ലാത്ത ആൾക്കാരുണ്ടാവരുത് എന്ന് ആവാസ് യോജന പദ്ധതിയുടെ സംഭവം പറഞ്ഞിട്ട് അതിനെ വെട്ടി ലൈഫ് പദ്ധതി പേരിൽ ഇവർ സ്വന്തം ഒരു സംഭവമായിട്ട് മാറ്റി അതിനില്ലാണ്ടാക്കുവാനാണ് ഇവർ ശ്രമിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ പല പദ്ധതികളും 272ഓളം പദ്ധതികൾ കേരളത്തിൽ പൂർണ്ണമായിട്ടും നടപ്പാക്കാൻ ഇവർ തയ്യാറാവുന്നില്ല. സ്റ്റാർട്ടപ്പ് പദ്ധതികൾക്ക് സർക്കാരിൻ്റെ വകയായിട്ട് ആനുകൂല്യങ്ങളുണ്ടായിട്ടും കുട്ടികൾ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് അന്യ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നത് നമ്മൾ കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ നാടിൻ്റെ വികസനം എങ്ങനെ വേണം, നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കേണ്ട സമയമാണ്. ഒന്നെങ്കിൽ UDF അല്ലെങ്കിൽ LDF എന്ന് പറഞ്ഞ കാലങ്ങളൊക്കെ പോയി. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ഒരു രാഷ്ട്രീയത്തിലും പെട്ട ആൾക്കാരല്ല. അവർക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉള്ള കഴിവുണ്ട്. അവർ ജാതി മതഭേദമന്യം ജാതി മതമൊക്കെ ഒരിതാണ്. ഇവിടെ ഉള്ളവരെ ജാതിയുള്ളൂ മതവും. നമ്മളെല്ലാവരും രാജ്യത്തിന് വേണ്ടിയും നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയും നമ്മൾ നിലകൊള്ളേണ്ടത് അത്യാവശ്യമാണ്. ഈ കുട്ടികൾ വിദ്യാഭ്യാസ സമ്പന്നരാകുന്നത് നല്ല വിദ്യാഭ്യാസം കൊണ്ടാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയെ തന്നെ നമ്മൾ മുഖവിലക്കെടുത്താൽ നമുക്ക് സംഭവങ്ങൾ മനസ്സിലാകും. ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തവനെ വിദ്യാഭ്യാസ മന്ത്രി ആക്കിക്കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക എന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തിന് എത്ര കുട്ടികൾ പാസ്സായി എന്ന് പറയാൻ സംഖ്യാശാസ്ത്രം പറയാൻ അറിയാത്തവനാണ്. അദ്ദേഹമാണ് വിദ്യാഭ്യാസ മന്ത്രി. ഈ അഭ്യാസങ്ങളൊക്കെ ഈ LDFൻ്റെയും പിന്നെ UDFൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ടീമുകളുടെ കൂടെ അവർ ഇപ്പോൾ ചങ്ങാത്തമായിരിക്കുന്നു. 5ാം മന്ത്രിയെ കേരളത്തിൽ സൃഷ്ടിച്ചപ്പോൾ തന്നെ ഉമ്മൻചാണ്ടിയുടെ ചിറകുകൾ അറക്കപ്പെട്ടു. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഒരു മതത്തിൻ്റെ പേരിലായിട്ട് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്ന ഒരു സംസ്ഥാനമായിട്ട് ബംഗാളും കേരളവുമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ബംഗാൾ ഏകദേശം തീരുമാനമായി. അവിടെ ഈ വ്യാജ വോട്ടർ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ബംഗ്ലാദേശികളെയൊക്കെ നാടുകടത്തി SIR ലിസ്റ്റിൽ കൂടെ ഇന്ത്യക്കാർക്ക് മാത്രമേ വോട്ടുള്ള പദ്ധതിയിലേക്ക് അവിടെ ചേക്കേറുന്നു. ഏതോ ഒരു മറുത കൊണ്ടുവന്നിട്ട് വെച്ച മാതിരി അവർ NDAയിൽ റെയിൽവേ മന്ത്രിയായിട്ട് വന്നവരാണ്. നമ്മുടെ സപ്പോർട്ടിൽ കൂടെ കയറി വന്നതാണ്. പക്ഷേ അവരുടെ രീതികൾ നേർവഴി അല്ലാത്തത് കൊണ്ട് അവർ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ ആ സംഭവത്തിനെ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വന്നു. പിന്നെയാണ് അവർ ബംഗാളിൽ സ്വന്തം പാർട്ടി ഉണ്ടാക്കി തൃണമൂൽ പാർട്ടി അതൊക്കെ പറഞ്ഞ് കോൺഗ്രസിൽ നിന്ന് പുറത്ത് വന്നവരാണ്. അവരെപ്പറ്റി പ്രത്യേകം നമ്മൾ പറയേണ്ടതില്ല. ആ രാഷ്ട്രീയത്തിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. നമ്മുടെ കേരളത്തിൻ്റെ സംഭവം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. കേരളം നാളെ ഒരു ഭാവി തലമുറയ്ക്ക് നല്ലൊരു സംസ്ഥാനമായി നിൽക്കണമെങ്കിൽ ഇപ്പോൾ ഉള്ള ഈ LDFനെയും UDFനെയും വലിച്ചെറിയേണ്ട സമയങ്ങൾ കഴിഞ്ഞിരിക്കും. UDFും അല്ലെങ്കിൽ LDFും എന്ന് പറഞ്ഞാൽ രണ്ടുപേരേ ഉള്ളൂ എന്ന് തോന്നൽ വെറുതെയാണ്. NDAക്ക് ഒപ്പം നമ്മൾ നിൽക്കാം. രാജ്യത്തിൻ്റെ
ഡബിൾ എഞ്ചിൻ സർക്കാരായിട്ട് അത് മുന്നോട്ട് വരട്ടെ. ഇവിടെ കമ്പനികൾ തുടങ്ങാനും ജോലി സാധ്യതകൾ വർദ്ധിപ്പിക്കാനും NDA സർക്കാരിന് സാധിക്കും. അതോടെ കേരളത്തിൻ്റെ വികസനം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ടൂറിസം മേഖലയിലും ആയിക്കോട്ടെ, എല്ലാ വിധത്തിലും കേന്ദ്രം നമ്മുടെ സംസ്ഥാനത്തിനൊപ്പമുണ്ട്. പക്ഷേ ഈ ഉള്ള സർക്കാരുകളിൽ ഇവർ നമ്മളോട് സഹകരിക്കാത്ത ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് നമ്മുടെ സംസ്ഥാനം പിന്നോട്ട് പോകും. എല്ലാവരും മനസ്സിലാക്കുക, NDA സർക്കാരിന് വോട്ടുകൾ നൽകി പുതിയ ഒരു സർക്കാർ രൂപീകരിക്കാനും സംസ്ഥാനത്തിൻ്റെ നല്ല നാളേക്ക് വേണ്ടിയും നല്ല ഭാവിക്ക് വേണ്ടിയും എല്ലാവരും കൈകോർക്കുമെന്നും വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.